ജെയിംസ് ക്യാമറൂണിന്റെ അവതാർ 3 ഫയർ ആൻഡ് ആഷ് റിലീസായ സ്ഥിതിക്ക് ഇനി എന്താണ് ഈ യൂണിവേഴ്സിന്റെ ഫ്യൂച്ചർ? അവതാർ 4 ആൻഡ് 5 കൺഫേം ആണെന്ന് മാത്രമല്ല 4ന്റെ കുറേ സീൻസ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറൂൺ തന്നെ മുഴുവൻ ഡയറക്ടറായിട്ട് വരുമെന്നൊന്നും ഉറപ്പില്ലെങ്കിൽ പോലും ഒരുപാട് കിടിലൻ ലോറുകളാണ് വരാനിരിക്കുന്ന സിനിമകളുള്ളത്. അതിൽ തന്നെ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഐസ് നാവികളും മിഷലിയോ ചെയ്യാൻ പോകുന്ന ഹ്യൂമൻ വില്ലൻ ക്യാരക്ടറും തുടങ്ങി ഈവൻ നാവികൾ ഭൂമിയിലേക്ക് വരുന്ന സ്റ്റോറിയിലേയും വരെയുണ്ട്. അതെ, ഇത്രയും കാലം നമ്മൾ പണ്ടോറയിലാണല്ലോ അവതാർ സിനിമകൾ മുഴുവൻ കണ്ടത്. ആദ്യ സിനിമയുടെ തുടക്കത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഭൂമി കണ്ടത്. ഇപ്പോൾ അതേ പ്രോപ്പർലി ആ ഒരു ഭൂമി അവർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അവതാർ 5ൻ്റെ ഒരു മെയിൻ സ്റ്റോറി നടക്കാൻ പോകുന്നത് ഭൂമിയിലായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ ഐസ് നാവകളെ കുറിച്ചാവട്ടെ. സാക്ഷാൽ ജെയിംസ് ക്യാമറൂൺ തന്നെ പറഞ്ഞ കാര്യമാണ്, പണ്ടോറയുടെ ലോകത്ത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ ബയോംസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഐസ് ബയോം എന്ന്. അതായത് അവതാറിൻ്റെ 3 സിനിമകൾ ഇതുവരെ പുറത്തിറങ്ങി, പക്ഷെ അതിൽ പോലും ഐസ് ബയോമോ ഐസ് നാവികളോ കാണിച്ചിട്ടില്ല. സോ ഫ്യൂച്ചറിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഈ ഒരു ഐസ് നാവികൾ വന്നേക്കാം, എസ്പെഷ്യലി പാർട്ട് 4. അപ്പോൾ ഐസ് നാവികളെ പറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആദ്യ സിനിമയിൽ നമ്മൾ കണ്ടത് ഫോറസ്റ്റ് ക്ലാൻ ആയിരുന്നു, മൊമ്മട്ടിക്കായ എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് മൂവിയിൽ ഓഷ്യയിലുള്ള മെക്കൈന ക്ലാനെ കണ്ടു. ഇപ്പോൾ അതേ നമ്മൾ തേർഡ് മൂവിയിൽ ആഷ് പീപ്പിൾ എന്നറിയപ്പെടുന്ന ആ ഒരു മാങ്കുവാനെയും കണ്ടു, പിന്നെ വിൻഡർ റൈഡേഴ്സിനെയും കണ്ടു. അങ്ങനെ 4 വ്യത്യസ്തമായിട്ടുള്ള നാവി ക്ലാനുകളാണ് നമ്മൾ കണ്ടത്. ഐസ് ക്ലാനുകളിലേക്ക് വരുമ്പോഴും അവിടെയും അവരുടേതായ വ്യത്യാസം ഉണ്ടായിരിക്കും. അവതാറിലെ നാവികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യഗ്രഹ ജീവികളാണെങ്കിലും ക്യാമറകളെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻസിൻ്റെ മറ്റൊരു വേർഷൻ എന്ന രീതിയിലാണ്. നമ്മൾ ഹ്യൂമൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലൊക്കെ ജീവിക്കുന്നവരെ പോലെ ആയിരിക്കത്തില്ല അങ്ങ് നോർത്തിൽ ഗ്രീൻലാൻഡ്, റഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ താമസിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല താഴേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ഐലൻഡുകളിലുള്ളവർ താമസിക്കുന്നത്, അതുപോലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിനടുത്ത് താമസിക്കുന്നവർ. അങ്ങനെ പല പല വ്യത്യാസങ്ങൾ പല പല ആൾക്കാർക്കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വളരെ വ്യത്യസ്തമായ ജിയോഗ്രഫികൾ ഇഷ്ടം പോലെ ലോകത്ത് പലതരം ബയോമുകളുണ്ട്. അത് തന്നെയാണ് പണ്ടോറയുടെയും കേസ്. നമ്മൾ ഇത്രയും പല വ്യത്യസ്തമായിട്ടുള്ള നാവികളെ കണ്ടതുപോലെ തന്നെ ഐസ് നാവികളിലേക്ക് വരുമ്പോഴേക്കും റിയൽ ലൈഫിലുള്ള ഇത്തരത്തിൽ ഐസ് ബയോമുകളിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കുറേ സിമിലാരിറ്റീസ് എന്തായാലും വന്നേക്കാം. അവതാർ സിനിമകളുടെ അല്ലെങ്കിൽ അവതാർ ഹോൾ ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്ലോട്ട് പോയിന്റുകളിലൊന്ന് ഹ്യൂമൻസ് പണ്ടോറ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യ ഭാഗത്ത് അൺഒപ്റ്റീനി എന്ന് പറഞ്ഞ ഒരു റെയർ സബ്സ്റ്റൻസ് എടുക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റും അത് നശിപ്പിക്കുന്നത്. രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഓഷ്യനിലേക്ക് അവർ കടന്നു വരുന്നത് അവിടെയുള്ള ടുൾക്കുണുകൾ എന്ന ഒരു അന്യഗ്രഹ തിമിംഗലങ്ങളുണ്ടല്ലോ, അവരുടെ ബ്രെയിൻ ജ്യൂസ് എടുക്കുക എന്നുള്ളതാണ്. ഈ ബ്രെയിൻ ജ്യൂസിന് ഇവർ അമൃത എന്നാണ് പറയുന്നത്. ഹിന്ദു പുരാണത്തിലെ അമൃതം ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അമൃതത്തിൻ്റെ പോലെ തന്നെ ഹ്യൂമൻസിന് കൂടുതൽ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്രെയിൻ ജ്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവർ മനസ്സിലാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിലും ഈ പറഞ്ഞ അമൃത എടുക്കാൻ വേണ്ടിയാണ് ഇവർ മോസ്റ്റ്ലി വരുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ആഷ് ക്ലാനും കടന്നു വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഫോർത്ത് പാർട്ടിൽ ഈ പറഞ്ഞ ഐസ് നാവികളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസിന് കീഴിലുള്ള എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനായിരിക്കണമല്ലോ ഇവർ വരുന്നത്. നമുക്ക് ഒരുപാട് ഐസിന് കീഴിൽ പല ലേക്സും തടാകങ്ങളും പല വാട്ടറും ഒക്കെ കെട്ടിക്കിടപ്പുണ്ട്. ഈവൻ നമ്മുടെ ഹോൾ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ വാട്ടറൊക്കെ ഐസിനകത്താണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അറിയാലോ. നമ്മൾ വെറും 3% മറ്റുമാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ പണ്ടോറയിലെ കേസ് എടുത്താലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ആ ഒരു ബയോം തകർത്ത് അതിനകത്തുള്ള ഒരു റയർ സബ്സ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഹ്യൂമൻസ് ഫോർത്ത് പാർട്ടിൽ ശ്രമിക്കുക. ഓൾറെഡി അവതാർ 4 ആൻഡ് 5 മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. 2029 ഡിസംബറിലാണ് 4ൻ്റെ റിലീസ് ഡേറ്റ്, 2031 ഡിസംബറിലാണ് 5ൻ്റെ റിലീസ് ഡേറ്റ്. എന്താണ് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറൂണ് റിയലിസ്റ്റിക് ആയിട്ട് കുറേ സംഭവങ്ങൾ വേണം. അപ്പം നമുക്കറിയാം അവതാർ 1ഉം അവതാർ 2ഉം തമ്മിലൊരു 10-12 കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ സ്റ്റോറിക്കകത്തും ആ ഡിഫറൻസ് ഉണ്ട്. അത് റിലീസ് ഡേറ്റ് സ്റ്റോറിക്കകത്തും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഏജിങ്ങും അവിടെ വരുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ അവതാർ 2ലും 3ലും ഒക്കെ കണ്ട പിള്ളേർ കുറച്ചുകൂടെ അഡൾട്ട്സ് ആവുന്ന സ്റ്റോറീസാണ് 4ലും 5ലും വരിക. അതായത് ജേക്ക് സള്ളി, നെയ്റ്റിരി എന്നിവരിൽ നിന്ന് ഫോക്കസ് മാറിയിട്ട് കൂടുതലും കുട്ടികളിലായിരിക്കും ഫോക്കസ് വരിക. ആൻഡ് ക്യാമറൂണ് വേണ്ടത് കുട്ടികൾ നാച്ചുറലി ഏജ് ചെയ്യുക എന്നുള്ളതാണ്. അവതാർ 4ൻ്റെ കഥ നടക്കുന്ന അവതാർ 3 കഴിഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് പുള്ളിക്ക് റിയൽ ലൈഫിലും വേണ്ടത്. അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഒരു 3-4 കൊല്ലത്തെ ഡിഫറൻസ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അവതാർ 4 2029ലും അവതാർ 5 2031 റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. കാരണം സ്റ്റോറിയിലും ആ ഒരു ചെറിയ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാൽ അവതാർ 4ൻ്റെ 4/1 ഭാഗം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. 4/1 ഭാഗം എന്ന് പറയുമ്പോഴേക്കും അതിൽ ഈ കുട്ടികൾ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് തന്നെയുള്ള സീൻസ് ആയിരിക്കണം. കാരണം അതിപ്പോഴല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കുറേ എന്തായാലും പാസ്റ്റിലെ സീൻസും ഫ്ലാഷ് ബാക്ക് സീൻസും വിഷൻ സീൻസും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓൾറെഡി 4നും 5നും വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി ഇനി പിള്ളേരെല്ലാം കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു മോശം ക്യാപ്ചർ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഫോർത്ത് പാർട്ടിൽ ഏറ്റവും അധികം ഫോക്കസ് വരാൻ പോകുന്നത് ലോവാക്കിലാണ്. അപ്പോൾ നമുക്കറിയാം നെട്ടയാമായിരുന്നു ഇവരുടെ മൂത്ത മകൻ, പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നെട്ടയാൻ മരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ലോവാക്കാണ് കൂട്ടത്തിലെ മൂത്ത ആൾ. അപ്പോൾ ലോവാക്കിനെ ഫോക്കസ് ചെയ്തായിരിക്കും വരാൻ പോകുന്ന ഫോർത്ത് പാർട്ട് ഉണ്ടാവുക. ഫോർത്ത് പാർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ ടുൾക്കുൺ റൈഡർ എന്നാണ്. നമുക്കറിയാം ലോവാക്കിനാണ് ടുൾക്കുണുകളുമായിട്ട് ആ ഒരു അന്യഗ്രഹ തിമിംഗലങ്ങളുമായിട്ട് ഏറ്റവും അധികം കമ്പനി ഉള്ളത്.
പയക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടുൾക്കുൻ ലൊവാക്കിൻ്റെ ഒരു ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. തേർഡ് പാർട്ടിലാണെങ്കിലും പയക്കാന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വാദിക്കുന്ന ലൊവാക്കിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ജെയ്ക് സള്ളിയും നെയ്റ്റിരിയും ഒക്കെ ഇനി ഒരു മെൻറ്റർ ഫിഗറിലോട്ട് മാറും. നമ്മൾ ഈ പല സിനിമകളും കാണുമ്പോൾ നായകൻ്റെ അച്ഛനെ അമ്മയായിട്ടൊക്കെ കാണിക്കത്തില്ലേ, അതുപോലെ ആയിരിക്കും ഇനി ഇവർ വരാൻ പോകുന്നത്. ഇവരിലായിരിക്കില്ല ഫോക്കസ്, മറിച്ച് നെക്സ്റ്റ് ജനറേഷനിലായിരിക്കും. ഓൾറെഡി 2ലും 3ലും പിള്ളേരെ ഫോക്കസ് ചെയ്തായിരുന്നു കുറേയൊക്കെ കാര്യങ്ങൾ കാണിച്ചത്. ഇനി 4ലോട്ട് വരുമ്പോഴത്തേക്കും പ്രോപ്പർലി ഇത് കുട്ടികളുടെ കഥയായിട്ട് മാറുകയാണ്. കുട്ടികളെന്ന് അപ്പോൾ പറയാൻ പറ്റില്ല, ഇവർ അഡൾട്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ലൊവാക്കാണ് ഇനി ഫോക്കസ് ആയിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ കിരി ആയിരിക്കും ഈ ഒരു സിനിമയുടെ നറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സിഗോർണി വീവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 12 കൊല്ലം മുന്നേ ഇതൊക്കെ അറിയാമായിരുന്നു. നമുക്കറിയാം അവതാർ 5 വരെയുള്ള സ്റ്റോറി ക്യാമറോൺ പണ്ടേ എഴുതി വെച്ചതാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ പണ്ടേ പ്ലാൻ ചെയ്ത സ്റ്റോറിയാണിത്. ലൊവാക്കാണ് 4th പാർട്ടിലെ മെയിനായിട്ട് വരിക. ആൻഡ് കിരി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരിക്കും. മാത്രമല്ല സിനിമ നറേറ്റ് ചെയ്യുന്നതും കിരി ആയിരിക്കും. 3rd പാർട്ടിൽ കിരിയും സ്പൈഡറും കൂടെ റിലേഷൻ ഫോം ആവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിരിക്കും നമ്മൾ 4th പാർട്ടിൽ കാണാൻ പോകുന്നത്. അവതാർ 3 ഇറങ്ങും മുന്നേ കൺഫേമായ അവതാർ 4ൻ്റെ കാസ്റ്റിംഗ് ആണ് മിഷേലിയോയുടെ. മിഷേലിയോയെ നിങ്ങളെല്ലാവരും പണ്ട് മുതലുള്ള ആക്ഷൻ സിനിമകളിൽ സുപരിചിതമായിരിക്കും. അതല്ലാതെ റീസെൻ്റ്ലി പറയുവാണെങ്കിൽ എവരിത്തിങ് എവരിവർ ഓൾ അറ്റ് വൺസ്, ഷാങ്സി, ഇതിലൊക്കെ മിഷേലിയോ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാവിയായിട്ടായിരിക്കില്ല വരാൻ പോകുന്നത്, മറിച്ച് ഒരു ഈവിൾ ഹ്യൂമൻ സയൻറ്റിസ്റ്റ് ആയിട്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഓൾറെഡി അവതാർ 3ൽ ഏറ്റവും മെയിനായിട്ട് വന്ന ഹ്യൂമൻ സയൻറ്റിസ്റ്റും ജനറലും ഒക്കെ അവസാനം തട്ടിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും മിഷേലിയോയുടേത്. പക്ഷേ മറ്റുള്ളവരെ പോലെ അല്ലാതെ കുറച്ചുകൂടെ പ്ലാൻഡ് ആൻഡ് ക്രൂവലായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നതെങ്കിൽ സ്റ്റേക്സ് വളരെയധികം ഹൈ ആവുന്ന കാര്യത്തിൽ സംശയമില്ല. ഒഫീഷ്യലി തന്നെ പുറത്തുവിട്ടൊരു കാര്യമാണ്, അപ്കമിങ് അവതാർ മൂവീസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് റോളിൽ വരാൻ പോകുന്ന 2 ക്യാരക്ടേഴ്സാണ് പയാക്കും വരാങ്ങും. വിൻഡ് റൈഡേഴ്സിൽ ലീഡറാണ് പയാക്ക്. ഈ ഹാഷ് ക്ലാൻ എല്ലാം കൂടെ 3rd മൂവിയിൽ ഈ വിൻഡ് റൈഡേഴ്സിനെ അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് പയാക്ക് മരിച്ചിട്ടുണ്ടായിരിക്കാവുന്നതാണ്. കാരണം ആകാശത്തുനിന്ന് എയർഷിപ്പ് എല്ലാം പൊട്ടി താഴെ വീണല്ലോ. പക്ഷേ ഇപ്പം ഇവർ ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പയാക്ക് മരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പിന്നെ എന്തായാലും ഓൺ സ്ക്രീൻ ഡെത്ത് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പയാക്ക് എന്തായാലും തിരിച്ചു വരും. ആൻഡ് തങ്ങളുടെ ആ ഒരു വിൻഡ് റൈഡേഴ്സ് നശിപ്പിച്ച ആഷ് ക്ലാനിനോട് ഒരു പ്രതികാരം തീർക്കാനുള്ള ആർക്കായിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ആഷ് ക്ലാൻ്റെ ലീഡറായിട്ടുള്ള വരാങ്ങിനെ കുറിച്ചിട്ടാണ്. പടത്തിലുടനീളം വൺ ടെററായിട്ട് നിന്നെങ്കിലും അവസാനം കിരിയുടെ മുന്നിൽ വാലും ചുരുട്ടി ഓടേണ്ടി വന്നു എന്നായിരുന്നു അവസ്ഥ. അതിപ്പം പുള്ളിക്കാരിയുടെ ലവറായിട്ടുള്ള ക്വാർച്ചിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. വേറെ വഴിയില്ലാതെ ചാടിപ്പോയി. എന്തായാലും ക്വാറിച്ച് മരിച്ചിട്ടുണ്ടായിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വാറിച്ചും അതേപോലെ വരാങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ 3rd പാർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. 4th പാർട്ടിലെ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് ഇവരൊരു ഭാര്യയും ഭർത്താവായിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ ജെയ്ക്കിനും നീറ്റിരിയുടെയും ആ ഒരു റിലേഷൻ്റെ എക്സാക്റ്റ് പാരലായിട്ട് ഇവർ കാണിക്കാൻ പറ്റും. ഫസ്റ്റ് പാർട്ടിലെ ജെയ്ക്കും നീറ്റിരി എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പാരൽ അല്ലെങ്കിൽ ഒരു കൗണ്ടർ പാർട്ട് രീതിയിലായിരുന്നു 3rd പാർട്ടിൽ ക്വാറിച്ചും വരാങ്ങും ഉണ്ടായിരുന്നു. സോ 2nd പാർട്ടിൽ ഇവർ കപ്പിളായി പിള്ളേരൊക്കെ ഉണ്ടായതുപോലെ 4th പാർട്ടിൽ ക്വാറിച്ചിനും വരാങ്ങിനും കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് എയ്വയ്ക്ക് വലിയൊരു ത്രെറ്റായി മാറുന്ന കിരിയുടെ ഒരു കൗണ്ടർ പാർട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം എയ്വയുടെ അവതാറായിട്ടാണ് കിരി വരുന്നത്, അല്ലെങ്കിൽ എയ്വയുടെ പുത്രി എന്നൊക്കെയാണ് കിരിയെ പറയാൻ സാധിക്കുന്നത്. മോസ്റ്റ് ലൈക്ക് ജീസസിൻ്റെ ഒരു പണ്ടോറ വേർഷനാണ് കിരി എന്ന് പറയാം. അപ്പോൾ ജീസസിനെതിരെ നിൽക്കുന്ന ഒരു കൗണ്ടർ പാർട്ടായിട്ടായിരിക്കും ഈ വരാങ്ങിൻ്റെയും ക്വാറിച്ചിനെ കുട്ടി ജനിച്ചാൽ വരാൻ പോകുന്നത്. കാരണം ക്വാറിച്ച് എന്ന് പറയുന്നത് ഒരിക്കലും എയ്വയുമായി കണക്റ്റഡ് അല്ല. ഇപ്പോൾ ജെയ്ക് സള്ളി എയ്വയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു, കാരണം ജെയ്ക് സള്ളി അവതാർ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. എന്നാൽ ക്വാറിച്ച് അവതാർ പ്രോഗ്രാമിൻ്റെ അല്ല, റീകോംനൻ എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ശരിക്കുള്ള ക്വാറിച്ച് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അയാളുടെ മെമ്മറീസ് എല്ലാം കൂടെ ഇംപ്ലാന്റ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു പുതിയ അവതാറിനെ ഉണ്ടാക്കിയത്. അവതാർ എന്ന് പറയാൻ പറ്റില്ല, റീകോംനൻ എന്നൊരു വേർഷനാണ്. ഇതിനൊരു ഹ്യൂമൻ ഹോസ്റ്റ് എന്ന് സെപ്പറേറ്റ് ഇല്ല, മെമ്മറീസ് എല്ലാം കൂടി ഇംപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവയുമായിട്ട് കണക്ട് ചെയ്യാനും ക്വാറിച്ചിന് സാധിക്കില്ല. ഇനി നമുക്ക് വരാങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് തങ്ങളുടെ ആ ഒരു ഹോൾ ക്ലാൻ്റെ തന്നെ ജീവിതം ഇല്ലാതാക്കിയത് എയ്വയാണ്. അല്ലെങ്കിൽ എയ്വ റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ഹെയ്റ്റുള്ള എയ്വയെ എതിർക്കുന്നൊരു ക്ലാനിൻ്റെ ലീഡറാണ് വരാങ്. അപ്പോൾ ഇവർ രണ്ടുപേരും എയ്വയുമായിട്ട് കണക്ട് അല്ലാതെ എയ്വയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവർക്കുണ്ടാകാൻ പോകുന്ന കുട്ടി കറക്റ്റ് കിരിയുടെ ഒരു കൗണ്ടർ പാർട്ടായിരിക്കും, അല്ലെങ്കിൽ എയ്വയെ നശിപ്പിക്കണമെന്നും എയ്വയുടെ എതിർത്ത് നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനൊരു ഡൈനാമിക്സ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവതാർ 4ൻ്റെ സ്റ്റോറി. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് വരാൻ സാധ്യതയുള്ളത് ഓഷ്യൻ ക്ലാൻ്റെ മദർ നമ്മൾ അവതാർ 3യുടെ അവസാനം മരിക്കുന്നത് കണ്ടായിരുന്നു. ഒരു ചൈൽഡ് ബർത്തിലാണ് മരിക്കുന്നത്. ആ ഒരു കുട്ടിയെ നെയ്റ്റിരി കയ്യിൽ വാങ്ങുന്നതുകൊണ്ട് മേ ബി ആ ഒരു കുട്ടി ഇവരുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് വളർന്നേക്കാം. എന്തായാലും ഇവരെല്ലാവരും ആ ഒരു ഫാമിലി ഓവറോൾ മെക്കൈനയിലാണ് താമസിക്കുന്നത്. സോ ആ കൂട്ടത്തിലൊരു കുട്ടിയും വളർന്നു വന്നേക്കാം. ഈ ഒരു കുട്ടിയുടെ സ്റ്റോറിയും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ട ആ ഒരു കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രായമായിരിക്കും എന്തായാലും അവതാർ 4 വരുമ്പോൾ ഈ ഒരു കുട്ടിക്ക് വരാൻ പോകുന്നത്. അവതാർ 3യിൽ ഏറ്റവും ഫോക്കസ് ആയ ഒരു ക്യാരക്ടർ സ്പൈഡർ ആയിരുന്നല്ലോ. ഹ്യൂമൻ ആയിരുന്ന സ്പൈഡറിന് ഇപ്പോൾ പണ്ടോറയിൽ ശ്വസിക്കാൻ സാധിക്കും. നാവികളെപ്പോലെ ഒരു കുറു എന്നുള്ള ആ ഒരു മുടിയും ഇപ്പോൾ സ്പൈഡർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുമായി എയ്വയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു മരിച്ചുപോയ എല്ലാവരും സ്പിരിറ്റ് വേൾഡിൽ പോയി സ്പൈഡർ കാണുന്നതായിട്ടായിരുന്നല്ലോ അവതാർ 3 അവസാനിച്ചത്.
4ലേക്ക് വരുമ്പോഴേക്കും കിരിയുമായി സ്പൈഡറിനുള്ള റിലേഷൻ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുമെന്നതിൻ്റെ കൂടെ തന്നെ സ്പൈഡർ ലഭിച്ചൊരു എബിലിറ്റി ബാക്കിയുള്ള ഹ്യൂമൻസ് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതായിരുന്നല്ലോ 3യുടെ ഒരു മെയിൻ പ്ലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും ഉണ്ടായേക്കാം. സ്പൈഡറിനെ പിടികൂടാൻ ഇവിടെ ശ്രമിച്ചേക്കാം. അതുകൂടാതെ ഈ ഒരു നല്ല കുറേ ഹ്യൂമൻസ് ഉണ്ടല്ലോ, ആ ഒരു ഹ്യൂമൻ ബേസിൽ തന്നെ നിൽക്കുന്ന അങ്ങനെ കുറേ പേർക്കും സ്പൈഡറിനെ പോലെ ഭൂമിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ പണ്ടോറയിൽ ശ്വസിക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈവിളായ കുറേ ഹ്യൂമൻസിന് അത് സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഡൈനാമിക്സ് ഒക്കെ അവതാർ 4ൽ വന്നാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം കൂടെ ലീഡ് ചെയ്യുന്നത് അവതാർ 5ലേക്കാണ്. ആൻഡ് അവതാർ 5ൽ സാക്ഷാൽ ഭൂമിയിലായിരിക്കും കഥ നടക്കാൻ പോകുന്നത്. ജെയിംസ് ക്യാമറൂൺ ഒഫീഷ്യലി പറഞ്ഞ കാര്യമാണ് ഫ്യൂച്ചർ അവതാർ മൂവീസിൽ നെയ്റ്റിരി ഭൂമി കാണുമെന്നുള്ളത്. അതായത് നമ്മൾ അവതാർ ഫസ്റ്റ് മൂവിയിൽ മാത്രം വളരെ കുറച്ച് സമയം മാത്രം കണ്ട ഭൂമി പിന്നീട് കണ്ടിട്ടേ ഇല്ല. മൊത്തം കഥ പണ്ടോറിലാണ് നടക്കുന്നത്. ഹ്യൂമൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവതാറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഭൂമി. ഈ പറഞ്ഞ പോലെ പണ്ടോറ ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞാലും അതിനേക്കാളും എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ള ഭൂമി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭൂമിയിലോട്ടുള്ള സ്റ്റോറീസ് 4ലും 5ലും ഉണ്ടായേക്കാമെന്നും 5ൻ്റെ ഒരു മെയിൻ പ്ലോട്ട് തന്നെ നടക്കുന്നത് ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഭൂമിയിലായിരിക്കുമെന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. നാവികൾ ഭൂമിയിലോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ്. ഇനി ഇവരെ പിടിച്ചു കെട്ടി ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നതാണോ, അതോ വേറെ വഴിയില്ലാതെ ഭൂമി നശിക്കാൻ പോകുന്നതുകൊണ്ട് നാവികളുടെ ഹെൽപ്പ് ഹ്യൂമൻസ് തേടുന്നതാണോ, എയ്വ ഭൂമിയെ രക്ഷിക്കുമോ, അതേപോലെ എയ്വയും ഭൂമിയിലോട്ട് കണക്റ്റ് ആവുമോ, പണ്ടോറയും എർത്തും കൂടെ കണക്റ്റ് ആവും. അങ്ങനെ കുറേ പോസിബിലിറ്റീസാണ് അവതാർ യൂണിവേഴ്സിൽ ഇനി വരാനിരിക്കുന്നത്, എസ്പെഷ്യലി ഒരു ഭൂമി അവിടേക്ക് വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. കാരണം ഭൂമിയെപ്പറ്റി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, എസ്പെഷ്യലി ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഡിലീറ്റഡ് സീൻസിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പോൾ ഇത്തരത്തിൽ അവതാർ റിലേറ്റഡ് മാത്രമല്ല മറ്റൊരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.